എസെക്കിയേൽ അധ്യായം 17. മുന്തിരിച്ചെടിയും കഴുകന്മാരും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തോട് ഒരു കടങ്കഥ പറയുക, ഒരു അന്യോപദേശം വിവരിക്കുക. നീ പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വലിയ ചിറകുകളും നീണ്ടതും നിറപ്പകിട്ടുള്ളതുമായ ധാരാളം തൂവലുകളുമുള്ള ഒരു വലിയ കഴുകൻ ലെബനോനിൽ വന്ന് ഒരു ദേവദാരുവിൻ്റെ അഗ്രഭാഗം കൊത്തിയെടുത്തു. അവൻ അതിൻ്റെ ഇളഞ്ചില്ലയുടെ അഗ്രം അടർത്തിക്കളഞ്ഞിട്ട് വാണിജ്യത്തിൻ്റെ നാട്ടിൽ വ്യാപാരികളുടെ നഗരത്തിൽ അത് നട്ടു. അവൻ ആ ദേശത്തെ ഒരു വിത്തെടുത്ത് ഫലഭൂയിഷ്ഠമായ മണ്ണിൽ നിറഞ്ഞ ജലാശയത്തിനരികിൽ അരളിയുടെ കമ്പ് നടുന്നതുപോലെ നട്ടു. അത് മുളച്ച് താഴ്ന്നു പടരുന്ന ഒരു മുന്തിരിച്ചെടിയായി തീർന്നു. അതിൻ്റെ ശാഖകൾ അവൻ്റെ നേർക്ക് തിരിഞ്ഞിരുന്നു, വേരുകൾ അടിയിലേക്കിറങ്ങി. അത് മുന്തിരിച്ചെടിയായി വളർന്ന് ശാഖകൾ വീശി ഇലകൾ നിറഞ്ഞു. വലിയ ചിറകുകളും ധാരാളം തൂവലുകളുമുള്ള മറ്റൊരു കഴുകനുമുണ്ടായിരുന്നു. തന്നെ അവൻ നനയ്ക്കുമെന്ന് കരുതി മുന്തിരിച്ചെടി അവൻ്റെ നേരെ ശാഖകൾ നീട്ടുകയും വേരുകൾ അവൻ്റെ നേരെ തിരിച്ചുവിടുകയും ചെയ്തു. ശാഖകൾ വീശി ഫലമണിഞ്ഞ് ഒരു നല്ല മുന്തിരിച്ചെടിയായി തീരാൻ വേണ്ടി അവൻ അതിനെ നിറഞ്ഞ ജലാശയത്തിനരികിൽ ഫലഭൂയിഷ്ഠമായ മണ്ണിൽ പറിച്ചു നട്ടു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് പറയുക, അത് തഴച്ചു വളരുമോ? അവൻ അതിൻ്റെ വേരുകൾ പറിച്ചെടുക്കുകയും ശാഖകൾ വെട്ടിമാറ്റുകയും ചെയ്യുകയില്ലേ? അതിൻ്റെ തളിർപ്പുകൾ കരിഞ്ഞു പോവുകയില്ലേ? അത് പിഴുതെടുക്കാൻ വലിയ ശക്തിയോ ഏറെ ആളുകളോ ആവശ്യമില്ല. പറിച്ചു നട്ടാൽ അത് തഴച്ചു വളരുമോ? കിഴക്കൻ കാറ്റടിക്കുമ്പോൾ അത് നിശേഷം നശിച്ചു പോവുകയില്ലേ? വളരുന്ന തടത്തിൽ തന്നെ നിന്ന് അത് കരിഞ്ഞു പോവുകയില്ലേ? കർത്താവ് എന്നോട് അരുളി ചെയ്തു, ധിക്കാരികളുടെ ഭവനത്തോട് പറയുക, ഇതിൻ്റെ അർത്ഥമെന്തെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അവരോട് പറയുക, ബാബിലോൺ രാജാവ് ജെറുസലേമിൽ വന്ന് അവളുടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും പിടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവൻ രാജകുമാരന്മാരിലൊരുവനെ തിരഞ്ഞെടുത്ത് അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും അവനെക്കൊണ്ട് സത്യം ചെയ്യിക്കുകയും ചെയ്തു. സ്വയം ഉയരാനാവാത്ത വിധം രാജ്യം ദുർബലമാകാനും അവൻ്റെ ഉടമ്പടി പാലിച്ചുകൊണ്ട് മാത്രം നിലനിൽക്കാനുമായി അവൻ അവിടുത്തെ പ്രബലന്മാരെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. എന്നാൽ അവൻ കുതിരകളെയും വലിയ ഒരു സൈന്യത്തെയും ആവശ്യപ്പെട്ടുകൊണ്ട് ഈജിപ്തിലേക്ക് സ്ഥാനപതികളെ അയച്ച് അവനെ ധിക്കരിച്ചു. അവൻ വിജയിക്കുമോ? ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുവന് രക്ഷപ്പെടാനാകുമോ? അവന് ഉടമ്പടി ലംഘിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയുമോ? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ്. ആര് അവന് രാജാവാക്കിയോ? ആരോടുള്ള പ്രതിജ്ഞ അവൻ അവഹേളിച്ചുവോ? ആരുടെ ഉടമ്പടി അവൻ ലംഘിച്ചുവോ? ആ രാജാവ് വസിക്കുന്ന ബാബിലോണിൽ വെച്ച് തന്നെ അവൻ മരിക്കും. വളരെ പേരെ നശിപ്പിക്കാൻ കോട്ടകെട്ടി ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ ഫറവോയുടെ ശക്തമായ സൈന്യവും സന്നാഹങ്ങളും അവനെ യുദ്ധത്തിൽ സഹായിക്കുകയില്ല. എന്തെന്നാൽ രാജകുമാരൻ പ്രതിജ്ഞ അവഗണിച്ച് ഉടമ്പടി ലംഘിച്ചു. കൈകൊടുത്ത് സത്യം ചെയ്തിരുന്നിട്ടും ഇങ്ങനെ പ്രവർത്തിച്ചത് മൂലം അവൻ രക്ഷപ്പെടുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ്. അവൻ എൻ്റെ പ്രതിജ്ഞ ധിക്കരിക്കുകയും എൻ്റെ ഉടമ്പടി ലംഘിക്കുകയും ചെയ്തതിനുള്ള പ്രതികാരം അവൻ്റെ തലയിൽ തന്നെ ഞാൻ വരുത്തും. അവൻ്റെ മേൽ ഞാൻ വല വീശും. അവൻ എൻ്റെ കെണിയിൽ വീഴും. അവനെ ഞാൻ ബാബിലോണിലേക്ക് കൊണ്ടുപോകും. അവൻ എനിക്കെതിരെ ചെയ്ത അതിക്രമത്തിന് ഞാൻ അവിടെ വെച്ച് അവനെ വധിക്കും. അവൻ്റെ സൈന്യത്തിലെ വീരന്മാർ വാളിനിരയാകും. ശേഷിക്കുന്നവർ നാനാദിക്കിലേക്കും ചിതറിക്കപ്പെടും. കർത്താവായ ഞാനാണ് സംസാരിച്ചതെന്ന് നിങ്ങളപ്പോൾ അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഉയരമുള്ള ദേവദാരുവിൻ്റെ മുകളിൽ നിന്ന് ഒരു കമ്പെടുത്ത് ഞാൻ നടും. അതിൻ്റെ ഇളം ചില്ലകളിൽ ഏറ്റവും മുകളിലുള്ളതെടുത്ത് ഉന്നതമായ പർവ്വത ശൃംഗത്തിൽ നട്ടുപിടിപ്പിക്കും. ഇസ്രായേലിലെ പർവ്വത ശൃംഗത്തിൽ തന്നെ ഞാൻ അത് നടും. അത് ശാഖകൾ വീശി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ഒരു വലിയ ദേവദാരുവായി തീരുകയും ചെയ്യും. എല്ലാത്തരം മൃഗങ്ങളും അതിൻ്റെ കീഴിൽ വസിക്കും. അതിൻ്റെ കൊമ്പുകളുടെ തണലിൽ പറവകൾ കൂടുകൂട്ടും. കർത്താവായ ഞാൻ താഴ്ന്ന മരത്തെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും പച്ചമരത്തെ ഉണക്കുകയും ഉണക്കമരത്തെ തളർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വയലിലെ വൃക്ഷങ്ങളെല്ലാം അപ്പോൾ അറിയും. കർത്താവായ ഞാനാണ് ഇത് പറയുന്നത്.
ഞാനത് നിറവേറ്റുകയും ചെയ്യും. എസെക്കിയേൽ അധ്യായം 18. വ്യക്തിപരമായ ഉത്തരവാദിത്വം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങളിപ്പോഴും ആവർത്തിക്കുന്നതെന്തിന്? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ഈ പഴമൊഴി ഇനിയൊരിക്കലും ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല. എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്. പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ്. പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും. ഒരുവൻ നീതിമാനും നീതിയും ന്യായവും അനുസരിച്ച് പ്രവർത്തിക്കുന്നവനും ആണെന്നിരിക്കട്ടെ, അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കുകയോ ഇസ്രായേലിലെ വിഗ്രഹങ്ങളുടെ നേർക്ക് കണ്ണുകൾ ഉയർത്തുകയോ ചെയ്യുന്നില്ല. അവൻ അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയോ ആർത്തവകാലത്ത് സ്ത്രീയെ സമീപിക്കുകയോ ചെയ്യുന്നില്ല. അവൻ ആരെയും പീഡിപ്പിക്കുന്നില്ല. കടക്കാരന് പണയവസ്തു തിരികെ നൽകുന്നു. കൊള്ളയടിക്കുന്നില്ല. അവൻ വിശക്കുന്നവൻ ആഹാരം നൽകുകയും നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല. അകൃത്യങ്ങൾ ചെയ്യുന്നില്ല. മനുഷ്യർ തമ്മിലുള്ള തർക്കത്തിൽ സത്യമനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു. അവനാണ് നീതിമാൻ. അവൻ തീർച്ചയായും ജീവിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ അവന് കൊള്ളക്കാരനും കൊലപാതകിയുമായ ഒരു പുത്രൻ ഉണ്ടായിരുന്നിരിക്കട്ടെ. അവൻ തൻ്റെ പിതാവ് ചെയ്തിട്ടില്ലാത്ത തിന്മകൾ ചെയ്ത് പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കുകയും അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. അവൻ ദരിദ്രരെയും അഗതികളെയും പീഡിപ്പിക്കുകയും കൊള്ള ചെയ്യുകയും പണയവസ്തു തിരിച്ചു കൊടുക്കാതിരിക്കുകയും വിഗ്രഹങ്ങളുടെ നേരെ കണ്ണുയർത്തുകയും മ്ലേച്ഛതകൾ പ്രവർത്തിക്കുകയും ചെയ്തേക്കാം. അവൻ പലിശ വാങ്ങുകയും ലാഭമെടുക്കുകയും ചെയ്യുന്നവനായിരിക്കാം. അങ്ങനെയെങ്കിൽ അവൻ ജീവിക്കുമോ? ഇല്ല. ഈ മ്ലേച്ഛതകളൊക്കെ പ്രവർത്തിച്ചതുകൊണ്ട് അവൻ തീർച്ചയായും മരിക്കും. അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ പതിക്കും. എന്നാൽ ഈ മനുഷ്യന് ഒരു പുത്രൻ ജനിക്കുകയും അവൻ തൻ്റെ പിതാവിൻ്റെ പാപം കണ്ട് ഭയപ്പെട്ട് അതുപോലെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കാതിരിക്കുകയും ഇസ്രായേലിലെ വിഗ്രഹങ്ങളുടെ നേർക്ക് കണ്ണുകൾ ഉയർത്താതിരിക്കുകയും അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നു. അവൻ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല. പണയം തിരിച്ചു കൊടുക്കുന്നു. കൊള്ള ചെയ്യുന്നില്ല. അവൻ വിശക്കുന്നവന് തൻ്റെ ആഹാരം കൊടുക്കുകയും നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ അകൃത്യം പ്രവർത്തിക്കുന്നില്ല. അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല. എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും പ്രമാണങ്ങളനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അവൻ തൻ്റെ പിതാവിൻ്റെ അകൃത്യങ്ങൾ മൂലം മരിക്കുകയില്ല. അവൻ തീർച്ചയായും ജീവിക്കും. അവൻ്റെ പിതാവാകട്ടെ കവർച്ച നടത്തുകയും സഹോദരനെ കൊള്ളയടിക്കുകയും സ്വജനങ്ങളുടെ ഇടയിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് തൻ്റെ അകൃത്യങ്ങൾ നിമിത്തം മരിക്കും. പിതാവിൻ്റെ ദുഷ്ടതകൾക്കുള്ള ശിക്ഷ പുത്രൻ അനുഭവിക്കാത്തതെന്ത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പുത്രൻ നിയമാനുസൃതവും ന്യായപ്രകാരവും വർത്തിക്കുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും. പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക. പുത്രൻ പിതാവിൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല. നീതിമാൻ തൻ്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും. എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം പിന്തിരിയുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നീതിയും ന്യായവും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും, മരിക്കുകയില്ല. അവൻ ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾ അവനെതിരായി പരിഗണിക്കപ്പെടുകയില്ല. അവൻ പ്രവർത്തിച്ചിട്ടുള്ള നീതിയെ പ്രതി അവൻ ജീവിക്കും. ദൈവമായ കർത്താവ് ചോദിക്കുന്നു, ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ? അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുകയും ജീവിക്കുകയും ചെയ്യണമെന്നല്ലേ എൻ്റെ ആഗ്രഹം. നീതിമാൻ നീതിയുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് തിന്മ പ്രവർത്തിക്കുകയും ദുഷ്ടൻ പ്രവർത്തിക്കുന്ന മ്ലേച്ഛതകൾ തന്നെ ആവർത്തിക്കുകയും ചെയ്താൽ അവൻ ജീവിക്കുമോ? അവൻ ചെയ്തിട്ടുള്ള നീതിപൂർവമായ പ്രവൃത്തികളൊന്നും പരിഗണിക്കപ്പെടുകയില്ല. അവൻ്റെ അവിശ്വസ്തതയും പാപവും മൂലം അവൻ മരിക്കും. എന്നിട്ടും കർത്താവിൻ്റെ വഴി നീതിപൂർവകമല്ല എന്ന് നിങ്ങൾ പറയുന്നു.
ഇസ്രായേൽ ഭവനമേ കേൾക്കുക. എൻ്റെ വഴി നീതിപൂർവകമല്ലേ? നിങ്ങളുടെ വഴികളല്ലേ നീതിക്ക് നിരക്കാത്തത്? നീതിമാൻ തൻ്റെ നീതിമാർഗം വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ ആ തിന്മകൾ നിമിത്തം അവൻ മരിക്കും. അവൻ ചെയ്ത അകൃത്യങ്ങൾ നിമിത്തം അവൻ മരിക്കും. ദുഷ്ടൻ താൻ പ്രവർത്തിച്ചിരുന്ന തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പാലിച്ചാൽ അവൻ തൻ്റെ ജീവൻ രക്ഷിക്കും. താൻ പ്രവർത്തിച്ചിരുന്ന തിന്മകൾ മനസ്സിലാക്കി അവയിൽ നിന്ന് പിന്മാറിയതിനാൽ അവൻ തീർച്ചയായും ജീവിക്കും. അവൻ മരിക്കുകയില്ല. എന്നിട്ടും കർത്താവിൻ്റെ വഴികൾ നീതിപൂർവകമല്ല എന്ന് ഇസ്രായേൽ ഭവനം പറയുന്നു. ഇസ്രായേൽ ഭവനമേ, എൻ്റെ വഴികൾ നീതിപൂർവകമല്ലേ? നിങ്ങളുടെ മാർഗങ്ങളല്ലേ നീതിരഹിതം? ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇസ്രായേൽ ഭവനമേ, ഓരോരുത്തരെയും താങ്കളുടെ പ്രവർത്തികൾക്കനുസൃതമായി ഞാൻ വിധിക്കും. തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിലും നിന്ന് പിന്തിരിയുവേൻ. എനിക്കെതിരായി നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ ഉപേക്ഷിക്കുവേൻ. ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം? ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവേൻ. എസെക്കിയേൽ അധ്യായം 19. വിലാപഗാനം. ഇസ്രായേലിലെ പ്രഭുക്കന്മാരെക്കുറിച്ച് നീ ഒരു വിലാപഗാനം ആലപിക്കുക. നിന്റെ അമ്മ സിംഹങ്ങളുടെ ഇടയിൽ ഒരു സിംഹിയായിരുന്നു. യുവസിംഹങ്ങളുടെ ഇടയിൽ അവൾ തൻ്റെ കുട്ടികളെ വളർത്തി. അവയിലൊന്ന് ഒരു യുവസിംഹമായി വളർന്ന് ഇരപിടിക്കാൻ ശീലിച്ചു. അവൻ മനുഷ്യരെ വിഴുങ്ങി. ജനതകൾ അവനെപ്പറ്റി കേട്ടു. അവൻ അവരുടെ കുഴിയിൽ വീണു. കൊളുത്തിട്ട് വലിച്ച് അവനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. കാത്തിരുന്ന് പ്രതീക്ഷയറ്റപ്പോൾ അവൾ മറ്റൊരു കുട്ടിയെ യുവസിംഹമായി വളർത്തിയെടുത്തു. അവൻ സിംഹങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ച് ഒരു യുവസിംഹമായി വളർന്നു. അവൻ ഇര തേടാൻ ശീലിച്ചു. മനുഷ്യരെ വിഴുങ്ങി. അവൻ അവരുടെ കോട്ടകൾ നശിപ്പിക്കുകയും നഗരങ്ങൾ ശൂന്യമാക്കുകയും ചെയ്തു. അവൻ്റെ ഗർജനം കേട്ട് ദേശവും ദേശവാസികളും ഭയചകിതരായി. ജനതകൾ എല്ലാ ദിക്കുകളിലും നിന്ന് അവനെതിരെ പുറപ്പെട്ടു. അവർ അവൻ്റെ മേൽ വലവീശി. അവൻ അവരുടെ കുഴിയിൽ വീണു. കൊളുത്തുകളിട്ട് കൂട്ടിലടച്ച് അവർ അവനെ ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. ഇസ്രായേൽ മലകളിൽ അവൻ്റെ സ്വരം മേലിൽ കേൾക്കാതിരിക്കാൻ വേണ്ടി അവനെ അവർ തുറങ്കലിലടച്ചു. നിന്റെ അമ്മ ജലാശയത്തിനടുത്ത് നട്ടിരിക്കുന്ന മുന്തിരിച്ചെടി പോലെയാണ്. ധാരാളമായി വെള്ളം കിട്ടിയത് മൂലം അത് വളർന്ന് ശാഖകൾ വീശി നിറയെ ഫലം പുറപ്പെടുവിച്ചു. ഭരണാധിപന്മാരുടെ ചെങ്കോലിനുതകും വിധം ബലമേറിയ കൊമ്പുകൾ അതിന്മേലുണ്ടായി. തഴച്ചു വളർന്ന കൊമ്പുകൾക്കിടയിലൂടെ അത് തലയുയർത്തി നിന്നു. ധാരാളം ശാഖകളോടെ അത് ഉയർന്നു കാണപ്പെട്ടു. എന്നാൽ അത് ക്രോധത്തോടെ പിഴുതെറിയപ്പെട്ടു. കിഴക്കൻ കാറ്റ് അതിനെ ഉണക്കി. അതിൻ്റെ പഴങ്ങൾ കൊഴിഞ്ഞുപോയി. അതിൻ്റെ ബലമേറിയ കൊമ്പുകൾ ഉണങ്ങിപ്പോയി. അഗ്നി അവയെ ദഹിപ്പിച്ചു കളഞ്ഞു. അതിനെ ഇപ്പോൾ മരുഭൂമിയിൽ ഉണങ്ങി വരണ്ട മണ്ണിൽ നട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ശാഖയിൽ നിന്ന് തീ പുറപ്പെട്ട് ഫലങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു. ഭരണാധിപന് ചെങ്കോലായി തീരത്തക്ക വിധം ബലമേറിയ കൊമ്പൊന്നും അതിലവശേഷിച്ചിട്ടില്ല. ഇത് ഒരു വിലാപഗീതമാണ്, വിലാപഗീതമായിരിക്കുകയും ചെയ്യും. എസെക്കിയേൽ അധ്യായം 20. ഇസ്രായേലിൻ്റെ അവിശ്വസ്തത. 7-ാം വർഷം 5-ാം മാസം 10-ാം ദിവസം ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ ചിലർ കർത്താവിൻ്റെ ഹിതമാരായൻ എൻ്റെ മുൻപിൽ വന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് പറയുക, ദൈവമായ കർത്താവ് അവരോട് അരുളി ചെയ്യുന്നു, എൻ്റെ ഹിതമാരായനാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? ഞാനാണേ, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ അവരെ വിധിക്കുകയില്ലേ? മനുഷ്യപുത്ര, നീ അവരെ വിധിക്കുകയില്ലേ? അവരുടെ പിതാക്കന്മാരുടെ മ്ലേച്ഛതകൾ നീ അവരെ അറിയിക്കുക. നീ അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത ദിവസം യാക്കോബ് ഭവനത്തിലെ സന്തതിയോട് ശപഥം ചെയ്തു. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് ശപഥം ചെയ്തുകൊണ്ട് ഈജിപ്തിൽ വെച്ച് ഞാൻ അവർക്ക് എന്നെ വെളിപ്പെടുത്തി. ഞാൻ അവർക്കായി കണ്ടുവച്ചതും തേനും പാലും ഒഴുകുന്നതും എല്ലാ ദേശങ്ങളെയുംകാൾ ശ്രേഷ്ഠവുമായ ഈ ദേശത്തേക്ക് അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോകുമെന്ന് അന്ന് ഞാൻ ശപഥം ചെയ്തു. ഞാൻ അവരോട് പറഞ്ഞു,
നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ഛ വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിഞ്ഞു കളയണം. ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വഴി നിങ്ങളിൽ ആരും അശുദ്ധരാകരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എന്നാൽ അവർ എന്നെ ധിക്കരിച്ചു. അവർ എൻ്റെ വാക്ക് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ആരും തങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിച്ചിരുന്ന മ്ലേച്ഛ വസ്തുക്കൾ ദൂരെ എറിഞ്ഞില്ല. ഈജിപ്തിലെ വിഗ്രഹങ്ങളെ അവർ ഉപേക്ഷിച്ചില്ല. ഈജിപ്തിൽ വച്ചു തന്നെ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്നും എൻ്റെ കോപം അവരിൽ പ്രയോഗിച്ചു തീർക്കണമെന്നും ഞാൻ ചിന്തിച്ചു. എങ്കിലും ആരുടെ ഇടയിൽ അവർ കഴിഞ്ഞുകൂടിയോ, ആരുടെ മധ്യത്തിൽ വെച്ച് ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എന്നെ തന്നെ വെളിപ്പെടുത്തിയോ, ആ ജനതയുടെ മുൻപിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാനായി ഞാൻ പ്രവർത്തിച്ചു. അതുകൊണ്ട് ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് മരുഭൂമിയിലെത്തിച്ചു. എൻ്റെ കൽപ്പനകൾ ഞാൻ അവർക്ക് നൽകുകയും എൻ്റെ പ്രമാണങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്തു. അവ അനുഷ്ഠിക്കുന്നവൻ ജീവിക്കും. തങ്ങളെ വിശദീകരിക്കുന്ന കർത്താവ് ഞാനാണെന്ന് അവർ അറിയാൻ വേണ്ടി അവർക്കും എനിക്കുമിടയിൽ അടയാളമായി എൻ്റെ സാബത്തുകളും ഞാൻ അവർക്ക് നൽകി. എങ്കിലും ഇസ്രായേൽ ഭവനം മരുഭൂമിയിൽ വച്ച് എന്നെ ധിക്കരിച്ചു. അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല. ജീവിക്കേണ്ടതിന് മനുഷ്യർ പാലിക്കേണ്ട എൻ്റെ പ്രമാണങ്ങൾ അവർ ഉപേക്ഷിച്ചു. എൻ്റെ സാബത്തുകൾ അവർ അശുദ്ധമാക്കി. അവരെ പൂർണ്ണമായി നശിപ്പിക്കാൻ വേണ്ടി മരുഭൂമിയിൽ വച്ച് തന്നെ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്ന് ഞാൻ വീണ്ടും ചിന്തിച്ചു. എന്നാൽ ഞാൻ അവരെ പുറത്തു കൊണ്ടുവരുന്നത് കണ്ട ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാനായി ഞാൻ പ്രവർത്തിച്ചു. ഞാൻ അവർക്ക് നൽകിയിരുന്നതും തേനും പാലും ഒഴുകുന്നതും എല്ലാ ദേശങ്ങളെക്കാൾ ശ്രേഷ്ഠവുമായ ദേശത്ത് അവരെ പ്രവേശിപ്പിക്കുകയില്ലെന്ന് മരുഭൂമിയിൽ വെച്ച് ഞാൻ അവരോട് ശപഥം ചെയ്തു. എന്തെന്നാൽ അവർ എൻ്റെ പ്രമാണങ്ങൾ നിരാകരിച്ചു. അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല. എൻ്റെ സാബത്തുകൾ അവർ അശുദ്ധമാക്കി. അവരുടെ ഹൃദയം വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി. എന്നിട്ടും ഞാൻ അവരെ കാരുണ്യപൂർവ്വം വീക്ഷിച്ചു. ഞാൻ അവരെ നശിപ്പിക്കുകയോ മരുഭൂമിയിൽ വെച്ച് അവരെ നിശേഷം സംഹരിക്കുകയോ ചെയ്തില്ല. മരുഭൂമിയിൽ വെച്ച് അവരുടെ സന്തതികളോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുകയോ അവരുടെ പ്രമാണങ്ങൾ പാലിക്കുകയോ അരുത്. അവർ പൂജിച്ച വിഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും എൻ്റെ പ്രമാണങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾക്കും എനിക്കുമിടയിൽ ഒരടയാളമായി എൻ്റെ സാബത്തുകൾ നിങ്ങൾ വിശുദ്ധമായി ആചരിക്കുക. എന്നാൽ അവരുടെ മക്കളും എന്നെ ധിക്കരിച്ചു. അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല. ജീവിക്കേണ്ടതിന് മനുഷ്യർ പാലിക്കേണ്ട എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നതിൽ അവർ ശ്രദ്ധ വച്ചില്ല. അവർ എൻ്റെ സാബത്തുകൾ അശുദ്ധമാക്കി. മരുഭൂമിയിൽ വച്ച് തന്നെ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്നും അവരുടെ മേൽ എൻ്റെ കോപം പ്രയോഗിച്ച് തീർക്കണമെന്നും ഞാൻ വിചാരിച്ചു. എന്നിട്ടും ഞാൻ കരമുയർത്തിയില്ല. ഞാൻ അവരെ പുറത്തു കൊണ്ടുവരുന്നത് കണ്ട ജനതകളുടെ ദൃഷ്ടിയിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രവർത്തിച്ചു. അവരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതറിച്ചു കളയുമെന്നും മരുഭൂമിയിൽ വെച്ച് അവരോട് ഞാൻ ശപഥം ചെയ്തു. എന്തെന്നാൽ അവർ എൻ്റെ പ്രമാണങ്ങൾ പാലിച്ചില്ല. അവർ എൻ്റെ കൽപ്പനകൾ നിരാകരിക്കുകയും എൻ്റെ സാബത്തുകൾ അശുദ്ധമാക്കുകയും ചെയ്തു. അവർ തങ്ങളുടെ പിതാക്കന്മാർ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളിൽ കണ്ണുറപ്പിച്ചിരുന്നു. തന്മൂലം ഞാൻ അവർക്ക് ദോഷകരമായ കൽപ്പനകളും ജീവൻ നേടാനുതകാത്ത പ്രമാണങ്ങളും നൽകി. അവരുടെ ആദിജാതരെ ദഹനബലിയായി അർപ്പിക്കാൻ ഇടയാക്കിയത് വഴി ഞാൻ അവരെ അശുദ്ധരാക്കി. അവരെ ഭയപ്പെടുത്തുന്നതിനും അങ്ങനെ ഞാൻ തന്നെയാണ് കർത്താവെന്ന് അവർ അറിയുന്നതിനും വേണ്ടിയായിരുന്നു ഇത്. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ അവിശ്വസ്തമായി പെരുമാറിക്കൊണ്ട് എന്നെ വീണ്ടും നിന്ദിക്കുകയായിരുന്നു. ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് ശപഥം ചെയ്തിരുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുവന്നപ്പോൾ ഉയർന്ന മലയും തഴച്ച മരവും കണ്ടിടത്തെല്ലാം അവർ ബലിയർപ്പിച്ചു. അവരുടെ ബലി എന്നെ പ്രകോപിപ്പിച്ചു. അവിടെ അവർ സുഗന്ധധൂപമുയർത്തുകയും പാനീയ ബലി ഒഴുക്കുകയും ചെയ്തു. നിങ്ങൾ പോകുന്ന ആ പൂജാഗിരി എന്താണെന്ന് ഞാൻ ചോദിച്ചു. അതുകൊണ്ട് ഇന്നും ആ സ്ഥലം ബാമ എന്ന് വിളിക്കപ്പെടുന്നു. ഇസ്രായേൽ ഭവനത്തോട് പറയുക,
ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളെ തന്നെ അശുദ്ധരാക്കുകയും അവരുടെ മ്ലേച്ഛ വസ്തുക്കളുടെ പിന്നാലെ വഴിപിഴച്ചു പോവുകയും ചെയ്യുമോ? നിങ്ങൾ കാഴ്ചകൾ അർപ്പിക്കുമ്പോഴും പുത്രന്മാരെ ദഹനബലിയായി കൊടുക്കുമ്പോഴും നിങ്ങളുടെ വിഗ്രഹം മൂലം നിങ്ങളെ തന്നെ ഇന്നും അശുദ്ധരാക്കുന്നു. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഉത്തരം ലഭിക്കുമോ? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല. ജനതകളെ പോലെയും വിദേശീയ ഗോത്രങ്ങളെ പോലെയും നമുക്ക് കല്ലിനെയും മരത്തെയും ആരാധിക്കാം എന്ന നിങ്ങളുടെ വിചാരം ഒരിക്കലും നിറവേറുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ശക്തിയേറിയ കരത്തോടും നീട്ടിയ ഭുജത്തോടും കോരിച്ചൊരിയുന്ന ക്രോധത്തോടും കൂടെ ഞാൻ നിങ്ങളെ ഭരിക്കും. ശക്തിയേറിയ കരത്തോടും നീട്ടിയ ഭുജത്തോടും കോരിച്ചൊരിയുന്ന ക്രോധത്തോടും കൂടെ ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരികയും നിങ്ങൾ ചിതറിപ്പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. നിങ്ങളെ ഞാൻ ജനതകളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് മുഖാഭിമുഖം നിങ്ങളെ ഞാൻ വിചാരണ ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിലെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ വിചാരണ ചെയ്തതുപോലെ നിങ്ങളെയും വിചാരണ ചെയ്യും. നിങ്ങളെ ഞാൻ വടിക്കീഴിൽ നടത്തുകയും ഉടമ്പടിയുടെ ബന്ധനത്തിന് വിധേയരാക്കുകയും ചെയ്യും. എന്നെ ധിക്കരിക്കുന്നവരെയും എനിക്കെതിരെ അതിക്രമം കാട്ടുന്നവരെയും ഞാൻ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യും. അവർ ചെന്ന് പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് അവരെ ഞാൻ പുറത്തു കൊണ്ടുവരും. എന്നാൽ അവർ ഇസ്രായേൽ ദേശത്ത് പ്രവേശിക്കുകയില്ല. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ഇസ്രായേൽ ഭവനമേ, ദൈവമായ കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയില്ലെങ്കിൽ പോയി നിങ്ങളുടെ വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊള്ളുക. എന്നാൽ ഇനിമേൽ നിങ്ങളുടെ കാഴ്ചകളും വിഗ്രഹങ്ങളും വഴി എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കരുത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനം മുഴുവൻ ദേശത്തുള്ളവരെല്ലാം എൻ്റെ വിശുദ്ധഗിരിയിൽ ഇസ്രായേലിലെ പർവ്വത ശൃംഗത്തിൽ എന്നെ ആരാധിക്കും. അവിടെ അവരെ ഞാൻ സ്വീകരിക്കും. നിങ്ങളുടെ കാഴ്ചകളും ആദ്യഫലങ്ങളും നേർച്ചകളും അവിടെ ഞാൻ ആവശ്യപ്പെടും. നിങ്ങൾ ചിതറിപ്പാർത്തിരുന്ന ദേശത്തു നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നിങ്ങളെ സുഗന്ധധൂപം പോലെ ഞാൻ സ്വീകരിക്കും. ജനതകൾ കാണുകെ നിങ്ങളുടെ ഇടയിൽ ഞാൻ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ഞാൻ ശപഥം ചെയ്ത ഇസ്രായേൽ ദേശത്തേക്ക് നിങ്ങളെ ആനയിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും. നിങ്ങളെ തന്നെ മലിനമാക്കിയ നിങ്ങളുടെ ജീവിത രീതിയും പ്രവൃത്തികളും അപ്പോൾ നിങ്ങൾ അനുസ്മരിക്കും. നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള തിന്മകളോർത്ത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, നിങ്ങളുടെ തെറ്റായ പ്രവർത്തനങ്ങൾക്കും ദുഷിച്ച മാർഗങ്ങൾക്കും അനുസൃതമായിട്ടല്ല എൻ്റെ നാമത്തെ പ്രതി ഞാൻ നിങ്ങളോട് പെരുമാറുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ദക്ഷിണ ദിക്കിലേക്ക് മുഖം തിരിച്ച് അതിനെതിരെ പ്രഘോഷിക്കുക. നെഗബിലെ വനങ്ങൾക്കെതിരെ പ്രവചിക്കുക. നെഗബിലെ വനത്തോട് പറയുക, കർത്താവിൻ്റെ വചനം ശ്രവിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നിൽ തീ കൊളുത്തും. അത് നിന്നിലുള്ള പച്ചയും ഉണങ്ങിയതുമായ എല്ലാ വൃക്ഷങ്ങളും ദഹിപ്പിക്കും. അഗ്നിജ്വാലകൾ അണയുകയില്ല. തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവരും അതിൽ കരിയും. കർത്താവായ ഞാനാണ് അത് കൊളുത്തിയതെന്ന് എല്ലാ മർത്യരും അറിയും. അതണയുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അവൻ കണങ്കഥക്കാരനല്ലേ എന്ന് അവർ എന്നെക്കുറിച്ച് പറയുന്നു.